പ്രകാരം 1961 രൂപീകൃതമായതാണ് കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ്. ജില്ലാ സംസ്ഥാനതല കമ്മിറ്റികൾക്ക് ഗവൺമെൻറ് ഗ്രാൻറ്റുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ 35ഓളം ഗവൺമെൻറ് കമ്മിറ്റികളിൽ പ്രാതിനിധ്യമുള്ളതാണ് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. 4 ലക്ഷത്തോളം കേരളത്തിലെ MSME സെക്ടറിനെ പ്രതികരിക്കുന്ന ഗവൺമെൻറ് അംഗീകൃത ഏക സംഘടന. ഞങ്ങൾ കഴിഞ്ഞ 2010 മുമ്പ് ഒരു 4-5 എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2010 ശേഷം വ്യവസായ വകുപ്പും കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും കൂടെ സംയുക്തമായി ഈ വരുന്ന ഡിസംബർ 13, 14, 15 തീയതികളിൽ എറണാകുളത്തുള്ള കാക്കനാട് വ്യവസായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഒരു ഇന്റർനാഷണൽ എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. ആ എക്സിബിഷനിൽ 14 തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രസ്തുത ഉദ്ഘാടന പരിപാടിയിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, അതേപോലെ 15 തീയതി രാവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, സമാപന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി AK രാജൻ, കൂടാതെ നമ്മുടെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 13 തീയതി ഉച്ചയ്ക്ക് എറണാകുളം ജില്ലയിലെ പ്രമുഖ പത്രാധിപരുമായിട്ടുള്ള ഒരു സെമിനാർ തന്നെ നൽകുന്നുണ്ട്. 13 തീയതി രാവിലെ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ പ്രകാശനം ചെയ്യുന്നത്. 14 തീയതി KSADCയുടെ സ്കീംസിൻ്റെ പ്രസൻറ്റേഷനാണ്. 14 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ജനറൽ കൗൺസിൽ മീറ്റിംഗ്, 5 മണിക്ക് ഇത് ഇനാഗുറേഷൻ, 6 മണിക്ക് ശേഷം ഒരു കൾച്ചറൽ പ്രോഗ്രാം, 15 തീയതി രാവിലെ 11 മണിക്ക് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, MSME ഡയറക്ടറേറ്റ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ളൊരു ഫിനാൻഷ്യൽ സെമിനാർ, ഉച്ചയ്ക്ക് ശേഷം റവന്യൂ വകുപ്പ് മന്ത്രി, തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി മാഡം, എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ്, വ്യവസായ ഡയറക്ടർ വാണിജ്യ ഡയറക്ടർ മീർ മുഹമ്മദ് IAS, പിന്നെ MLA തൃക്കാക്കര MLA ഉമാറ്റി തോമസ്, അതേപോലെ വ്യവസായ വാണിജ്യ ഡയറക്ടർ ഡോക്ടർ S കൃപകുമാർ, പിന്നെ വ്യവസായ വാണിജ്യ അഡീഷണൽ ഡയറക്ടർ G രാജീവ്, കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ്റെ KBPൻ്റെ CEO സൂരജ് ഉൾപ്പെടെയുള്ള വ്യവസായ വകുപ്പിലെയും വ്യവസായ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റിലെയും എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു അന്തർദേശീയ എക്സിബിഷൻ വരുന്നത്. വിദേശത്ത് നിന്നും അതേപോലെ രാജ്യത്തിനകത്തും കേരളത്തിനകത്തു നിന്നും 250 സ്റ്റാളുകളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് 20,000 വിസിറ്റേഴ്സാണ് അവിടെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിവിപുലമായൊരു എക്സിബിഷനാണ്. അത് വളരെ പരിപൂർണമായി വിജയമാക്കേണ്ടത് ദൃശ്യമാധ്യമ സുഹൃത്തുക്കളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും കഴിഞ്ഞ 2 വർഷവും 10 മാസം കൊണ്ട് 3,25,000 സംരംഭങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1,03,000 വനിതാ സംരംഭങ്ങളും 65,000-ഓളം മാനുഫാക്ചറിംഗ് സെക്ടറാണ്. ഇതിലൂടെ 44,000 കോടി രൂപയുടെ നിക്ഷേപവും 7 ലക്ഷം തൊഴിലവസരങ്ങളാണ് വ്യവസായത്തിൽ ഉണ്ടായിരിക്കുന്നത്. വ്യവസായത്തിലുണ്ടായിരിക്കുന്ന മാറ്റമെന്ന് പറഞ്ഞാൽ 7 നിയമങ്ങളും 10 ചട്ടങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ലൈസൻസിങ് 5 വർഷത്തേക്ക് ആക്കുകയും 50 കോടി റെഡ് കാറ്റഗറിയുള്ള വ്യവസായങ്ങൾ ഒഴികെയുള്ള 50 കോടി നിക്ഷേപിക്കുന്നവർക്ക് കേസിക് അക്നോളജ്മെൻറ്റിൽ ഇവിടെ വ്യവസായം തുടങ്ങാൻ പറ്റുന്നുണ്ട്. ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് മാത്രം മതി. 50 കോടിക്ക് മുകളിലാണ് 7 ദിവസം കൊണ്ട് ആ ലൈസൻസ് നൽകുന്നുണ്ട്. അതേപോലെ വ്യവസായത്തിലുള്ള അടിമുടി മാറ്റങ്ങൾ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ഉപകരിച്ചിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ വലിയ പ്രചാരം നൽകണമെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്.